Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. Hope you all are doing well. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ ക്ഷീണിപ്പിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ കടന്നു വന്നേക്കാം. In our life journey, we may have to face lot of weary and tired situation. ഓരോ പ്രതിസന്ധികളും ഓരോ ഗുണമായി ദൈവം മാറ്റും. And each and every obstacle, God will turn that into our goodness. ആമേൻ. മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ഓപ്പോസിറ്റിൽ നിന്ന് കാറ്റ് വന്നുകൊണ്ടിരിക്കും. A person who is going forward, always he get a wind from the opposite direction. ചുമ്മാതെ ഒരിടത്ത് ഇരിക്കുന്ന ആൾക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു കാറ്റും ഇല്ല, ഒന്നുമില്ല. And somebody who is sitting idle in some places, they do not have any problem, they do not have any wind blowing against them. എന്നാൽ നിങ്ങൾ പോകുന്തോറും ആമേൻ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കോണം. You have to understand, whenever you are going forward, you are going to your destiny. ആമേൻ. 1 Corinthians chapter 2 verse 9 പറയുന്നു, 1 Corinthians chapter number 2 verse number 9, the Bible says, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. But as it is written, eye has not seen nor ear heard, neither have entered into the heart of man the things which God has prepared for them that love him. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ മർമ്മം, ആ ബ്ലെസ്സിങ് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ലാത്ത വലിയ കാര്യമാണ്. Something God has prepared for the people, those who love him, is something great, something we never imagine in our mind. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമെന്നോ, ബിസിനസ് ചെയ്യുമെന്നോ, അല്ലെങ്കിൽ കോളേജ് തുടങ്ങുമെന്നോ, പ്രിൻസിപ്പിളാകുമെന്നോ ഒക്കെ നിങ്ങൾ ചിന്തിച്ചിരുന്നോ? ഒരിക്കലും ചിന്തിച്ചില്ല. നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ ലീഡറാകുമെന്ന് ചിന്തിച്ചിരുന്നോ? ഒരിക്കലുമില്ല. എന്നാൽ ദൈവം നിങ്ങളെ അതാത് സമയത്ത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിലേക്ക് നിങ്ങളെ കടത്തുകയായിരുന്നു. My dear children of God, those who are listening my voice, have you ever thought that you become a principal of a college? Have you ever thought that have you become a businessman or administrator or a political leader in the position where you are right now? Have you ever thought or imagined? Enter into his purpose and power for your life today. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ദൈവത്തിൻ്റെതായ ശക്തിയിലും ദൈവിക ഉദ്ദേശത്തിലേക്ക് നിങ്ങൾ കടക്കുക. ആമേൻ. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വലിയൊരു പദ്ധതിയുണ്ട്. There is a great purpose God has had in his heart for you. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലെ ഏറ്റവും വലിയ സ്വപ്നം പൂർണ്ണതയുള്ള ഒരു ലോകം എന്നുള്ളതാണ്. Each and everybody's life, they all have a desire and dream for the fullness of the world. എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവൃത്തികളിൽ വിജയം, അവൻ്റെ ജനറേഷനിൽ ബ്രേക്ക് ത്രൂ, നല്ല ഭവനം, നല്ല വാഹനം, ആമേൻ, സക്സസ് ഇൻ ഓൾ ഇൻ ഏരിയാസ്, ഇത് ആഗ്രഹിക്കുന്നു. And all the human beings in this world, they all need success in all the areas of their life, in their family life, in their business, in their generation, and whatever in building the house, whatever the things they do, they need success everywhere. ചിലർ ആഗ്രഹിക്കുന്നു, Some people desire, എനിക്ക് ആ സ്ഥാനം ഒന്നുകൂടെ കിട്ടിയിട്ട് അങ്ങ് മരിച്ചാലും മതിയെന്ന്. and if I get that position once again, so I have no problem for dying. എന്നാൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. But God has a plan about your life. നിങ്ങൾക്ക് വരുന്ന ആ പ്ലാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു മനുഷ്യനല്ല, സ്വർഗത്തിലെ ദൈവമാണ്. And God is the one who prepared that plan for you, not any human in this world. അവൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു ശക്തിക്ക് വേണ്ടിയാണ് എല്ലാ മനുഷ്യരും ഓടുന്നതും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു. And each and every human beings in this world, they are chasing and they are desiring for a power to fulfill their dreams. We all want power. നമുക്കെല്ലാവർക്കും ശക്തി ആവശ്യമാണ്. We all need power. ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സൈന്യം,
അവൻ്റെ ആയുധം, അവൻ്റെ പണം, ഇതൊക്കെയാണ്. The power of a nation is belongs to their soldiers and their weapon. എന്നാൽ ഒരു ദൈവ പൈതലിൻ്റെ ശക്തി എന്ന് പറയുന്നത്, But the power of a child of God is, ആമേൻ, അവന് ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. and the Holy Spirit that God has given in his life. Holy Spirit has the ability and capacity to control circumstances and destiny. നിങ്ങളുടെ സാഹചര്യങ്ങളെയും നിങ്ങളുടെ ലക്ഷ്യങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള കഴിവും ശക്തിയും പരിശുദ്ധാത്മാവിനുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. You do not forget that. നിങ്ങൾ ദൈവവചനത്തിലും ആമേൻ ദൈവത്തിലും യേശുക്രിസ്തുവിലും നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു വലിയ അനുഗ്രഹീതമായി ദൈവം മാറ്റും. Once you focus on the word of God and Jesus Christ, God will turn your life as a great blessing. നമ്മുടെ ലക്ഷ്യങ്ങളിൽ നമ്മളെ എത്തിക്കാനുള്ള ഒന്നാണ് പരിശുദ്ധാത്മാവ്. Holy Spirit is the one who is taking us to our destiny. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Today I'm going to pray for you. നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറാൻ പോകും. Your life is totally getting transformed. ഇതുവരെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങൾക്ക് എത്തുവാൻ, ആമേൻ, നിങ്ങളുടെ പോയിന്റിൽ എത്തുവാൻ, ആ പോയിന്റ് മനസ്സിലാക്കുവാൻ കഴിവില്ലാതിരുന്ന സ്ഥാനത്തു നിന്നും ദൈവം വലിയൊരു കഴിവ് നിങ്ങൾക്ക് വേണ്ടി നൽകി തരികയാണ്. So up to now you are unable to reach into your destiny and your calling, but God is enabling you and helping you to reach into your destiny today. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങ് ബ്ലസ് ചെയ്യണമേ. bless your children, those who are listening your word. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാമോ? God is going to answer your prayers. നിങ്ങൾ ദൈവസന്നിധിയിൽ ചെലവഴിച്ച സമയം അത് ദോഷമല്ല, വേസ്റ്റ് അല്ല, അത് ബ്ലെസ്സിംഗ് ആയി ദൈവം മാറ്റും. The time what you spend at the presence of God is not going to be waste, but God is going to profit that time. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചാൽ Right now, bless your children. അങ്ങയുടെ മഹിമ ഇറങ്ങണമേ. Let your glory come down. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. Love you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.